കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥി ആഷിഖ് പിടിയിൽ. കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായ ആഷിഖാണ് കഞ്ചാവ് നൽകിയതെന്ന് പോലീസ് കണ്ടെത്തി. ആഷിഖിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. വ്യാഴാഴ്ച രാത്രി 7:30 ഹോസ്റ്റലിലെത്തിയാണ് ആഷിഖ് ആകാശിന് കഞ്ചാവ് കൈമാറിയത്. ആകാശിനൊപ്പം താമസിച്ചിരുന്ന KSU പ്രവർത്തകരായ ആദിൽ, അനന്തു എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തു. ലഹരി ഇടപാടിൽ ഇരുവർക്കും പങ്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. കഞ്ചാവ് എത്തിക്കുമ്പോഴും പോലീസ് എത്തുമ്പോഴും സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നാണ് ഇരുവരുടെയും മൊഴി. കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരിവേട്ടയിൽ പോലീസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് MSFന്റെ നൈറ്റ് മാർച്ച്. പോലീസിനെ നിഷ്ക്രിയമാക്കാൻ CPM-ഉം SFI-യും ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ഇന്നലെ രാത്രി 11-ന് MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. 60ഓളം പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. ക്യാമ്പസുകളിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കുമെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ഹൈബി ഈഡൻ MP. നിയമ നടപടികൾക്ക് താനടക്കമുള്ള ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണയെന്നും ഹൈബി മനോരമ ന്യൂസിനോട് പറഞ്ഞു. ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ത്രാസുകളിൽ തൂക്കി 100 ഗ്രാം കഞ്ചാവ് പൊതികളായി നൽകുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി ഞാൻ കാണുന്നില്ല. പല ക്യാമ്പസുകളിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഹരി പകർന്നു നൽകുന്നത് അവിടുത്തെ ചില മാനേജ്മെന്റുകളുടെയും അവിടുത്തെ ചില ആളുകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഒത്താശയോടുകൂടിയാണ്. കോഴിക്കോട് വടകരയിൽ ഹോളി ആഘോഷത്തിനിടെ കൂട്ടത്തല്ല്, 5 പേർക്ക് പരിക്കേറ്റു. ലോഡ്ജിൽ സ്ഥിരതാമസക്കാരായ അതിഥി തൊഴിലാളികളും സമീപത്തെ മുറികളിൽ താമസിക്കുന്ന മലയാളികളും തമ്മിലായിരുന്നു സംഘർഷം. മദ്യപിച്ചവർ തമ്മിലുണ്ടായ വാക്തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ സംഘർഷം. സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. 1-ാം വർഷ വിദ്യാർത്ഥി അർജുന് വാരിയലിന് പരിക്കേറ്റു. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന് ലഭിച്ചു. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന ചൂടിന് സാധ്യത. കഴിഞ്ഞ 24 മണിക്കൂറിൽ പാലക്കാട് 38, കൊല്ലത്ത് 37.5 ഡിഗ്രി സെൽഷ്യസ് വീതം താപനില അനുഭവപ്പെട്ടു. താപനില ഉയർന്നു നിൽക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. സൂര്യാതപവും നിർജ്ജലീകരണവും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാനുള്ള ദൌത്യത്തിനായി SpaceX ക്രൂട്ടൺ പേടകം വിക്ഷേപിച്ചു. ഫ്ലോറിഡ സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. 4 പുതിയ ബഹിരാകാശ സഞ്ചാരികൾ പേടകത്തിലുണ്ട്. സുനിത വില്യംസും വിൽമോറും 9 മാസമായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അടുത്ത സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള പ്രാഥമിക പട്ടികയിൽ MR അജിത് കുമാർ ഉൾപ്പെടെ 6 പേർ ഇടം പിടിക്കും. മനോജ് എബ്രഹാം ഉൾപ്പെടെ 4 പേർ കേരളത്തിലുള്ളവരും 2 പേർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഉള്ളവരുമാണ്. ഇവരുടെ താൽപര്യം അറിഞ്ഞ ശേഷം പട്ടിക കേന്ദ്രത്തിന് കൈമാറും. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ വനം വകുപ്പ് നിരീക്ഷണത്തിൽ തുടരുന്നു. കാലിന് പരിക്കേറ്റ കടുവ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. തീർത്തും അവശനായതിനാൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയില്ലെന്നാണ് വെറ്ററിനറി ഡോക്ടർമാർ വനം വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. കടുവയുടെ നിരീക്ഷണത്തിനായി 15-അംഗ സംഘത്തെ നിയോഗിച്ചതായി കോട്ടയം DFO N രാജേഷ് പറഞ്ഞു. കൊരട്ടി ചിറങ്ങരയിൽ വീട്ടുമുറ്റത്ത് പുലി എത്തിയതായി CCTV ദൃശ്യങ്ങൾ. വീട്ടിലെ വളർത്തുനായയെ പുലി കൊണ്ടുപോയി. ഇന്നലെ രാത്രി 9-ഓടെ നായയുടെ കരച്ചിൽ കേട്ടാണ് വീട്ടുകാർക്കും അയൽവാസികൾക്കും പന്തികേട് തോന്നിയത്. പിന്നാലെ ക്യാമറ പരിശോധിച്ചു. പുലി തന്നെയാണ് വന്നതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. ചിറങ്ങര സ്വദേശി ധനേഷിന്റെ വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത്. ശബരിമലയിൽ മീനമാസ പൂജകൾക്ക് തുടക്കമായി. ഇന്നലെ തുടങ്ങിയ പുതിയ ദർശന സംവിധാനം ഇന്നും തുടരും. ഇന്ന് കൂടുതൽ തിരക്കുണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. ഏതെങ്കിലും കാരണവശാൽ തിരക്ക് കൂടുതലായാൽ പഴയ പോലെ മേൽപ്പാലം വഴി കടത്തിവിട്ട് പിന്നീട് നേരിട്ട് ശ്രീകോവിലിന് മുന്നിലേക്ക് തീർത്ഥാടകരെ വിടുന്ന രീതി പരീക്ഷിക്കും. ഇന്നലെ തൃപ്തരായാണ് തീർത്ഥാടകർ മലയിറങ്ങിയത്.